അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓ, ഇതിലെ ലൈറ്റ് പോലെ മറ്റേ ബെഡ് ലാമ്പൊക്കെ പോലെ. ഇതിപ്പോൾ വെറുതെ വെച്ചിരിക്കുന്ന പേപ്പറാന്ന് പറഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞു. എനിക്ക് കുറേ സീറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഷാമിക്ക് അയച്ചു തരായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്തരം ഗാഡ്ജറ്റുകൾ തന്നെയാണ്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യാണ്, അതിൻ്റെ ഇരപ്പ് കേൾക്കുന്നത്. ഷവോമി ഒരു പുതിയ ഗിഫ്റ്റ് കൂടെ, ദീപാവലി ഗിഫ്റ്റ് കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ട് വരികയാണ് കൊറിയർ സർവീസിൽ നിന്ന്. അപ്പോൾ നേരത്തെ മറ്റ് ചില ബ്രാൻഡുകളൊക്കെ ഇത്തരത്തിൽ ദീപാവലി ഗിഫ്റ്റ് അയച്ചത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഷവോമി നമുക്ക് ഇത്തരത്തിൽ ദീപാവലി ഗിഫ്റ്റായിട്ട് അയച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ബോക്സ് അൺബോക്സ് ചെയ്ത്. പക്ഷേ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ദീപാവലി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അതൊരു പ്രശ്നമല്ല. എന്നാലും നമുക്ക് എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ബോക്സ് തന്നെ ഇപ്പോൾ ആൾറെഡി മഴ നനഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ മഴവെള്ളം വീണിട്ടുണ്ട്. എനിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഇരിക്കുന്നു ഷവോമി അയച്ചുന്ന ഗിഫ്റ്റ് ബോക്സ്. ഇവിടെ ദീപാവലി വിത്ത് മീ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മീയുടെ എംബ്ലം കാണുന്നുണ്ട്. എനിവേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാനൊന്നുമില്ല, അതായത് ഇവിടെ ഓപ്പൺ ആണ് ഈ സംഗതി, കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, ആദ്യം തന്നെ ഇവിടെ ഒരു സെലിബ്രേറ്റ് ദിവാലി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഷവോമി MD മനുകുമാർ ജെയിൻ അയച്ചു തന്ന ഒരു വിഷസ് ഒക്കെ ഇതിനകത്തുണ്ട്. താങ്ക് യു ഷവോമി. ഈ ഒരു ഗിഫ്റ്റിനും വിഷസിനും ഷവോമിക്കും അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ ഗിഫ്റ്റ് ഇവിടെ എത്തില്ല. അപ്പോൾ ബോക്സിനകത്ത് ആദ്യം ഇരിക്കുന്നത് ഷവോമിയുടെ മീ KN95 പ്രൊട്ടക്റ്റീവ് മാസ്ക് ആണ്. ഷവോമി പുറത്തിറക്കിയിരിക്കുന്ന ഒരു മാസ്ക് ആണ്. 4 ലെയർ പ്രൊട്ടക്ഷൻ, ഈസി ബ്രീത്തിങ്, സ്ട്രെങ്തൻഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഒരു ഷവോമിയുടെ മാസ്ക്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നു, അത് പുറത്തേക്ക് എടുക്കാം. മീ സ്മാർട്ട് LED ബൾബ്, വൈറ്റ് കളർ, അതായത് ഷവോമിയുടെ സ്മാർട്ട് ബൾബാണ്. നമ്മുടെ വോയിസ് കൊണ്ടൊക്കെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ബൾബ്. പിന്നെ ഇരിക്കുന്നു ഷവോമിയുടെ സിമ്പിൾ വേ ഫോമിംഗ് ഹാൻഡ് വാഷ്. നമ്മളുടെ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള ഫോമിംഗ് സോപ്പാണിത്. ഇരിക്കുന്നു ഷവോമിയുടെ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ. അപ്പോൾ ഇത് ഷവോമി ഇപ്പോൾ അടുത്തിടെ പുറത്തിറക്കിയ ഒരു പ്രോഡക്റ്റാണ്, ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസറാണ്. എനിവേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ, അൺബോക്സിങ് വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ പരിചയപ്പെടുത്താൻ തന്നെയാണ് ഷവോമി അയച്ചു തന്നത്. അടുത്ത ഒരു ബോക്സ് ഉണ്ട്. ഇതും മറ്റേ ക്യാൻഡിലാണ് കേട്ടോ, ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിൽ. സൂപ്പർ മണം. ക്യാൻഡിലാണ്, അതായത് നമ്മളിത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മണം റൂമിനകത്തൊക്കെ പരക്കും. അപ്പോൾ അത് വെക്കാനുള്ളൊരു സ്റ്റാൻഡാണെന്ന് തോന്നിയത്. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വെക്കാനായിരിക്കും. അതോ ഇനി തിരിച്ച് കമത്തണം. തിരിച്ച് കമത്തി എന്തായാലും ഇതിലെ ലൈറ്റ് പോലെ മറ്റേ ബെഡ് ലാമ്പൊക്കെ പോലെ ഇരിക്കും, കണ്ടല്ലേ. ഈ പ്ലാസ്റ്റിക് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബെഡ് ലാമ്പ് പോലെ നമുക്കിത് കത്തിച്ച് വയ്ക്കാൻ പറ്റും. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെയുള്ള ക്യൂട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി എന്തോ ഒരു ഐറ്റം കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. ഇതെന്താണെന്നറിയാൻ വയ്യ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സെലിബ്രേറ്റ് ദിവാലി വിത്ത് മീ. ഇതൊരു ലൈറ്റാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. അടിപൊളി. ഇതൊരു ലൈറ്റ് സ്റ്റാൻഡാണ്, വിത്ത് ഹോൾഡർ ഒക്കെ ഉള്ളൊരു ലൈറ്റ് സ്റ്റാൻഡ്, കണ്ടില്ലേ. അപ്പോൾ ഇത് ബെഡ് ലാമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏതെങ്കിലും പ്ലഗ് പോയിന്റിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഷവോമിയുടെ ബൾബ് ഉണ്ടല്ലോ, സ്മാർട്ട് ബൾബ്, അത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനകത്ത് ഈ ഹോൾഡറിനകത്ത് ഇട്ടിട്ട് നമുക്ക് വോയിസ് കൊണ്ട് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. അടിപൊളി. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി എന്തോ ഒരു ചെറിയൊരു പേപ്പർ ഉണ്ടല്ലോ, ഇതെന്താ സാധനം? അത് വെറുതെ ഒരു സെപ്പറേഷൻ വെച്ചിരിക്കുകയാണ് തോന്നല്ലേ. ഇതിപ്പോൾ വെറുതെ വെച്ചിരിക്കുന്ന പേപ്പറാണെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ലൈറ്റിൻ്റെ ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഗമ്മുണ്ട്, അന്നേരം എനിക്ക് സംശയം തോന്നിയത്. അതിൻ്റെ മാനുവൽ വായിച്ചവർ പക്ഷേ അറിയാൻ പറ്റും. ഇങ്ങനെ ഒട്ടിച്ചിട്ട് കണ്ടല്ലേ, ലൈറ്റ് ഷെയ്ഡായിട്ട് ഇവിടെ വെക്കേണ്ട സാധനമായിരിക്കും. ഒന്ന് നോക്കാം എന്തായാലും അല്ലേ. ആദ്യം ആ മാനുവൽ ഒന്ന് വായിച്ച് നോക്കാം. കണ്ടല്ലേ, മാനുവലിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് സെറ്റായി, കണ്ടല്ലേ. സെറ്റാക്ക് പവർ വരട്ടെ. സെറ്റായി അങ്ങനെ.
അപ്പോൾ അതായി. നമുക്കിനി ഇതിനകത്ത് ബൾബ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കൊണ്ട് ഓൺ ആക്കാം, ഓഫ് ചെയ്യാനൊക്കെ പറ്റും. എനിവേ ഇത് കുറച്ചൊന്ന് കോൺഫിയർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വേണം ഇത് കോൺഫിയർ ചെയ്യാൻ. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വഴി വർക്ക് ചെയ്യേണ്ട സാധനമാണ്. അങ്ങനെ ലൈറ്റ് ഇതിനകത്ത് ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ നമുക്കിത് ഡിം ആക്കാം, അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഷോമിയുടെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ ഇങ്ങനെ കൂട്ടാം. ഫോണിനകത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. കുറേ സീറ്റ്സൊക്കെ വേണമെങ്കിൽ ഷവമിക്ക് അയച്ചു തരായിരുന്നു, പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്തരം ഗാഡ്ജറ്റുകൾ തന്നെയാണ്. ഇവിടെ ബാക്കിൽ ക്യാമറയ്ക്ക് ബാക്കിൽ നിൽക്കുന്ന 2 പേരുണ്ട്, അവർക്കൊക്കെ സ്വീറ്റ്സൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഗാഡ്ജറ്റ്സ്, ആ ഗാഡ്ജറ്റുകളോടുള്ള ഇഷ്ടം തന്നെയാണല്ലോ എന്നെ ഒരു ടെക് യൂട്യൂബർ ആക്കിയത്. എനിവേ, അപ്പോൾ ഷവമി താങ്ക്സ്, വളരെ നന്ദി ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഷവമി അയച്ചു തന്നതിന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളൊക്കെ നൽകുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഷവമിയും അതുപോലുള്ള മറ്റ് ബ്രാൻഡുകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ നൽകുന്നത്. വളരെ നന്ദി. നമ്മുടെ ഗീവേകൾ ഇപ്പോൾ നിലവിൽ 2 ഗീവേ നടക്കുന്നുണ്ട്. ഷവമിയുടെ തന്നെ 2 പ്രോഡക്റ്റ്, അതുപോലെ വിവോ V20 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ, അതിലൊക്കെ പങ്കെടുക്കാം, സമ്മാനം നേടാം. എനിവേ, ദീപാവലി കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്, ബൈ.